കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു 2024 ലോക്സഭ. ആരായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ 20 സീറ്റുകൾ കിട്ടുന്നത്? അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തു. അതായത് UDF തരംഗമല്ല, ആൻറ്റി പിണറായി തരംഗമാണ് ശരിക്കും അടിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു സീനിയർ CPM നേതാവ് പറഞ്ഞൊരു പോയിൻ്റുണ്ട്. പേഴ്സണൽ ടോക്സിലാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഒരു സീറ്റ് ഞങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് ആലത്തൂർ, ഒരു സീറ്റ് BJP ജയിക്കും തൃശ്ശൂർ, ബാക്കി എല്ലാ സീറ്റും UDF ജയിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ ഇന്നലത്തെ വോട്ടിംഗ് പാറ്റേൺ എന്താണ് സംഭവിച്ചത്. അതായത് എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഴയ വീഡിയോ കണ്ടവർക്കും അതിനെപ്പറ്റി ഏകദേശം ഐഡിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ വല്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്ത് കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, കാരണം ഞാനൊരു കാര്യം പറയുന്നു, അതിനെപ്പറ്റി ജനാധിപത്യ ഇന്ത്യയിൽ നിങ്ങൾക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് നിങ്ങൾ പറയുന്നു. അതിനെ ജനാധിപത്യമായ രീതിയിൽ ഞാൻ പൂർണ്ണമായിട്ട് അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. അതാണ് ജനാധിപത്യം. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അതാണ്. അത് ഒരാൾ മാത്രം സംസാരിക്കുക, മറ്റുള്ളവർ അത് മുഴുവനും അതേപോലെ അതല്ല. അപ്പം ഞാൻ ആ പറഞ്ഞ വീഡിയോയിലെ ചില കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളുടെ റിമൈൻഡറിന് വേണ്ടി തരാൻ പോവുകയാണ്. ഇപ്പം എന്തൊക്കെയാണ് സംഭവിച്ചത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഏതൊക്കെ രീതിയിലുള്ള പാറ്റേൺ, അതേപോലെ തന്നെ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ CPMന് ഏറ്റവും കൂടുതൽ അവരുടെ ബാക്ക് ബോണും എന്ന് പറയുന്ന കേരളത്തിലെ ഈഴവ വോട്ടുകളാണ്. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഈഴവ അനുഭാവികൾ, പാർട്ടി കേഡേഴ്സ് എല്ലാം ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അതായത് 2024 മറ്റൊരു ചരിത്രം കുറിച്ചു. ഈഴവ വോട്ടുകൾ സ്പ്ലിറ്റായി. അതായത് CPMൻ്റെ ഈഴവ കോട്ടയിൽ നിന്നുള്ള വോട്ടുകൾ BJPയിലോട്ട് ചോർന്നു. അതിൽ ഏറ്റവും വലിയ തെളിവാണ് ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്. ഇത്രയും മണ്ഡലങ്ങൾ, അതായത് തിരുവിതാംകൂർ, മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് ഈഴവ കമ്മ്യൂണിറ്റിയിലെ നല്ലൊരു ശതമാനം വോട്ടുകൾ, ഞാൻ പറയാം, അതിൽ മെജോറിറ്റി എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, നല്ലൊരു ശതമാനം വോട്ടുകൾ CPM പാളയത്തിൽ നിന്നും BJP പാളയത്തിലേക്ക് പോയി. അത് കേരളത്തിലൊരു ചരിത്ര സംഭവമാണ്. അതായത് ഇന്ന് വരെ താമരയ്ക്ക് വോട്ട് ചെയ്യാത്ത ഈഴവ കമ്മ്യൂണിറ്റി, അതായത് ഈഴവ സമുദായത്തിലെ നല്ലൊരു ഭാഗം താമരയ്ക്ക് വോട്ട് ചെയ്തു. അപ്പം അതിൻ്റെ കാരണം എന്താണ്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈഴവ കമ്മ്യൂണിറ്റി അങ്ങനൊരു നിലപാടെടുക്കാൻ കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതായത് പിണറായി വിജയന് ശേഷം റിയാസിനെ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരുന്നു. ഇത് വളരെ ഓപ്പണായിട്ട് ഡിബേറ്റഡായി അവരുടെ ഈ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിക്കകത്ത് ശരിക്കും ഡിസ്കഷനായി, ഡിബേറ്റഡായി. അതൊന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ മന്ത്രിസഭയും, പിണറായിയുടെ മന്ത്രിസഭയും മുസ്ലിം പ്രീണനം നടത്തുന്നു. ഇതൊക്കെ പല ആവർത്തി പറഞ്ഞതാണ് പല വീഡിയോയിലും ഞാൻ. അപ്പോഴൊക്കെ CPMകാരൻ്റെ അതിൻ്റെ ഇടയിൽ വന്ന് തെറി വിളിക്കുന്നു, ബഹളമുണ്ടാക്കുന്നു. പക്ഷെ വളരെ സ്പഷ്ടമായി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ, കാരണം എൻ്റെ ഓർമ്മയിൽ ക്രൈസ്തവർ വലിയൊരു വിഭാഗം, നല്ലൊരു വിഭാഗം താമരയ്ക്കോ BJPക്കോ വോട്ട് ചെയ്തിട്ടില്ല. അത് 2024 ഇലക്ഷനിൽ അങ്ങനെ ഒരു സംഭവം മാറി. അതായത് താമരയ്ക്ക് അവർ വോട്ട് ചെയ്തു. അത് ഏതൊക്കെ മണ്ഡലമാണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, അതായത് ഈഴവ കമ്മ്യൂണിറ്റിയിലുണ്ടായ വോട്ടിൻ്റെ സ്പ്ലിറ്റ്, അതേപോലെ ക്രൈസ്തവരിൽ നല്ലൊരു ഭാഗം BJPക്ക് അനുകൂലമായിട്ട് മധ്യ തിരുവിതാംകൂറിൽ വോട്ട് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രൈസ്തവർ BJPക്ക് വോട്ട് ചെയ്യാനുണ്ടായ കാരണം?
ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തുകൊണ്ട് അവർ വോട്ട് ചെയ്തു? അപ്പോൾ ഇത് പാലസ്റ്റീനും ഹമാസും ഇഷ്യൂ ആണോ? ഹാഗിയ സോഫിയ ഇഷ്യൂ ആണോ? ഇതൊക്കെ ഇഷ്യൂ ആണ്. ഇവിടെയും ക്രൈസ്തവർ കണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രീണനത്തെക്കാൾ ഉപരിയായിട്ട് മോദി എന്നൊരു ഫാക്ടറാണ്. കാരണം എഡ്യൂക്കേറ്റഡ് ക്ലാസ്സാണ്. അപ്പം അവർക്ക് ഈ പറയുന്ന മണിപ്പൂർ ഇഷ്യൂ ഒക്കെ മേലധ്യക്ഷന്മാർ പലയിടത്തും പറഞ്ഞപ്പോഴും അതിനെ തള്ളിക്കളഞ്ഞു. കാരണം അങ്ങനൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂവിനെ സോർട്ട് ഔട്ട് ചെയ്യാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ധാരണ ക്രൈസ്തവരിലെ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിനുണ്ട്. കാരണം ഇതൊരു പെർമനൻ്റ് ഇഷ്യൂ അല്ല, അങ്ങനെ ഒരു അബദ്ധം പറ്റി, അപ്പം അതിനൊരു സൊല്യൂഷനുണ്ട്. അതിൻ്റെ പേരിൽ ഒരു കരുത്തരായ ഭരണാധികാരിയെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. ഇത് തന്നെയാണ് ഞാൻ ആദ്യ സമയത്തെ വീഡിയോകളിൽ പറഞ്ഞത്. ക്രൈസ്തവർ മാറി ചിന്തിക്കും. അപ്പം അതിൻ്റെ തെളിവായിട്ട് ഒന്ന് രണ്ട് ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കുക. പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യുവൻസി കഴിഞ്ഞ പ്രാവശ്യം ആൻ്റോ ആൻ്റണി നല്ല ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. 9 മുതൽ 10% വരെ വോട്ടിൻ്റെ കുറവുണ്ടായി. ഔദ്യോഗികമാണ്, ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതാണ്. ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി കഴിഞ്ഞ ഇലക്ഷൻ 2019 വീണ ജോർജിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അതേ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി ഇപ്രാവശ്യം 2024 വലിയൊരു ശതമാനം അനിൽ ആൻ്റണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഇപ്പം അത് വിസിബിളായി. ഇപ്പോൾ CPM നേതാക്കന്മാർ തന്നെ പറയുന്നു അവരുടെ കാൻഡിഡേറ്റ് തോമസ് ഐസക്ക് വല്ലാതങ്ങ് തോറ്റുപോകും. നല്ല തോൽവിയാണ് തോമസ് ഐസക്കിന് ഉണ്ടാകാൻ പോകുന്നത്. അതിന് വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം തോമസ് ഐസക്ക് ആലപ്പുഴ പലപ്പോഴും ജയിച്ചപ്പോഴേ കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞ് ജയിപ്പിച്ചു. പൊങ്ങച്ചവും ശാസ്ത്രജ്ഞൻ, അതുണ്ടാക്കുന്നു ഇതുണ്ടാക്കുന്നു, അത് മാറ്റുന്നു ഇത് മാറ്റുന്നു. പക്ഷെ പത്തനംതിട്ടയിലെ വോട്ടേഴ്സ് കുറച്ചും കൂടെ ക്ലാരിറ്റിയും എഡ്യൂക്കേറ്റഡുമാണ്. അവർക്ക് മനസ്സിലായി ഇയാൾ ഭൂലോക കള്ളനാന്ന് പിടികിട്ടി. അതായത് കള്ളം മാത്രമേ പറയുള്ളൂ. ഈ പറയുന്ന ഈ മനുഷ്യനൊന്നുമല്ല, സംപൂജ്യനാണെന്നും പിടികിട്ടി. താടിയും ഈ പറയുന്ന ജുബായും മാത്രമേ ഉള്ളൂ. പറയുന്ന എല്ലാം വെടിയാന്നും പിടികിട്ടി. അതുകൊണ്ടാണ് അയാളെ അക്സെപ്റ്റഡ് ആയിരുന്നേ ഇല്ല പത്തനംതിട്ടയിൽ. അവിടെ അനിൽ ആൻ്റണി സ്കോർ ചെയ്തു, ക്രൈസ്തവ വോട്ടുകൾ കിട്ടി. അതേപോലെ ഹിന്ദു വോട്ടുകൾ, അവിടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈഴവ നായർ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്തു, അനിലിന് അനുകൂലമായി. പിന്നീട് അവിടെ ഉണ്ടായത് കോൺഗ്രസിൻ്റെ ഒത്തിരി ട്രഡീഷണൽ വോട്ട്സ് ഉണ്ട്. അതിൽ ഈ അനിൽ ആൻ്റണിക്ക് അതും അനുകൂലമായിട്ട് പോയി. കൃത്യമായിട്ട് പറയാം, ആൻ്റോ ആൻ്റണി തോൽക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇനി പെൻറ്റക്കോസ്റ്റുകാർ, അവിടുത്തെ വലിയ ഘടകം ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, പത്തനംതിട്ട ജില്ലയിൽ പെൻറ്റക്കോസ്റ്റ് വോട്ട് വളരെ നിർണായകമാണ്. അവരെ സ്വാധീനിക്കാൻ അനിൽ ആൻ്റണിക്ക് കഴിഞ്ഞു. പക്ഷെ പത്തനംതിട്ട ബെൽറ്റിലെ ആ പൂഞ്ഞാറ് കാഞ്ഞിരപ്പള്ളിയിലെ കാത്തലിക്സ് വോട്ടുകൾ, അതിലെനിക്ക് സംശയമുണ്ട് അത് ഇങ്ങോട്ട് പോയെന്നുള്ളത്. കാരണം അത് ആൻ്റോയ്ക്ക് പോയോ അതോ തോമസ് ഐസക്കിനും അതിനെപ്പറ്റി സംശയമുണ്ട്. പക്ഷേ എലക്ഷൻ്റെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കുറഞ്ഞപ്പോൾ ഒരു മലയാള മനോരമയുടെ സർവേയിൽ പറയുന്നു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ആൻ്റോ ജയിക്കുമെന്ന് അവർ പറഞ്ഞത്. ഞാനും അന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് അനിൽ ആൻ്റണിക്ക് പോസിബിൾ ചാൻസ് ഉണ്ട്. കാരണം ഈ ഉള്ള ഘടകങ്ങളൊക്കെ വെച്ചാണ് പറഞ്ഞത്. ഓർത്തഡോക്സ് വോട്ട്, പെൻറ്റക്കോസ്റ്റ് വോട്ട്, ക്രിസ്ത്യൻ വോട്ട്സ്, അതേപോലെ ഈ ഹിന്ദു വോട്ടുകൾ, ഈഴവ നായർ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യും. ഇനി റിസൾട്ട് വന്നിട്ട് നോക്കാം. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം ഈ രീതിയിൽ തന്നെ. ഇപ്പോൾ അടൂർ, കോന്നി, പഴയ ആറന്മുള, ഈ റാന്നി, ഈ റീജിയനിലൊക്കെ വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള വോട്ട്സ് ഉണ്ട്. അത് നേടാൻ കഴിഞ്ഞാൽ അനിൽ ആൻ്റണി ജയിക്കും. ഇനി അടുത്തൊരു സീറ്റ് ആലപ്പുഴ എടുക്കാം. അവിടെ മത്സരിച്ച CPMൻ്റെ കാൻഡിഡേറ്റ് തന്നെ പറഞ്ഞ ധീരവ സമുദായത്തിൻ്റെ വോട്ട് പോയി, ഗൂഢാലോചന നടത്തി. അത് കാരണം അഡ്മിറ്റ് ചെയ്യുകയാണ്, കാരണം തോൽവി അഡ്മിറ്റ് ചെയ്യുകയാണ്. അത്ഭുതം സംഭവിക്കാം. ചിലപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ ഈഴവ ധീരവ ആ വോട്ടിൻ്റെ ഈ സംഭവം കൊണ്ട് ജയിക്കും. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും പ്രെഡിക്റ്റ് ചെയ്യുന്നതൊന്നും അല്ല. പല മാറ്റങ്ങൾ സംഭവിക്കും.
അതാണ് ആറ്റിങ്ങലിൽ സംഭവിച്ചത്. കാരണം അവിടെ വലിയൊരു ശതമാനം ഈഴവ വോട്ടിൻ്റെ അകത്ത് സ്പ്ലിറ്റ് ഉണ്ടായിപ്പോയി. പക്ഷെ ആലപ്പുഴയിലുണ്ടായ ഈഴവ വോട്ടിൻ്റെ പ്രശ്നം ആരിഫിനോടുള്ള അയാൾ ഈ പറയുന്ന ആരിഫ് കൂടുതലും ഒരു വർഗീയ രീതിയിലുള്ള PFI SDP അതിനെ കൊണ്ടുവന്നു. സലാം എന്ന് പറഞ്ഞ MLA ഇതൊക്കെ ഘടകമായി മാറി. നിങ്ങൾ ഉദ്ദേശിക്കണം പ്രധാനമായിട്ട് നിങ്ങളിവിടെ മുസ്ലിം മൈനോറിറ്റി ഗെയിം കളിക്കുമ്പോൾ അപ്പുറത്ത് പോളറൈസ് ചെയ്യും വോട്ടുകൾ. ഈ ഈഴവ കമ്മ്യൂണിറ്റി എപ്പോഴും വോട്ട് ബാങ്കാണെന്ന് ധരിക്കരുത്. അവിടെയാണ് ആലപ്പുഴ തരുന്ന ഏറ്റവും വലിയ പാഠം. വിപ്ലവ മണ്ണിലാണ് ഈ സംഭവിക്കാൻ പോകുന്നത്. വോട്ടിങ് നോക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് തൃശ്ശൂർ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു സുരേഷ് ഗോപി തരംഗം. അവിടെ ഈ മെത്രാന്മാരും പള്ളി പറഞ്ഞൊന്നും അവിടെ ക്രൈസ്തവർ കേട്ടൊന്നുമില്ല. ക്രൈസ്തവ കമ്മ്യൂണിറ്റി, കാത്തലിക്സ് കമ്മ്യൂണിറ്റി വളരെ നല്ല പോലെ വോട്ട് ചെയ്തു സുരേഷ് ഗോപിക്ക്. ശരിക്കും വോട്ട് ചെയ്തു. സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിനായിരിക്കും അവിടെ ജയിക്കാൻ പോകുന്നത്. ഏതാണ്ട് കെ മുരളീധരൻ ഏതാണ്ട് അഡ്മിറ്റ് ചെയ്ത പോലെയായി തോൽവിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിനാ പറഞ്ഞത് CPM-ഉമായിട്ട് ചേർന്നുള്ള ഗെയിം ഉണ്ടായി. വളരെ കൃത്യമാണ് സംഭവം. അതായത് തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ എല്ലാ കമ്മ്യൂണിറ്റി, എനിക്ക് തോന്നുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ക്രിസ്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റി ബ്ലോക്കായിട്ട് അഡ്മിറ്റ് ചെയ്തു. എന്നാൽ മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസും UDF-ഉം MLA ഇല്ലാത്ത ഒരു ജില്ലയാണ്. അവിടെ അഡ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബേസായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നട്ടലും നടുവും ഒടിഞ്ഞു. അതായത് കോൺഗ്രസ് പാർട്ടി ഇല്ലാതായിപ്പോയി. ഇത് ഞാൻ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തതാണ്. കാരണം ക്രൈസ്തവ വോട്ടിനകത്ത് വളരെ മാറ്റങ്ങളുണ്ടാകും. ഈ മെത്രാന്മാരും പറയുന്നൊന്നും ആൾക്കാർ കേൾക്കാനൊന്നും പോകത്തൊന്നുമില്ല. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഈ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ക്രൈസ്തവ കുടുംബത്തിൽ എത്ര പേരാണ് പള്ളിയിൽ പോകുന്നത്? ആലോചിച്ച് നോക്കേണ്ട പോയിന്റാണ്. എത്ര പേര് ഈ മെത്രാന്മാരും അച്ഛന്മാരും പറയുന്നത് കേൾക്കും? പ്രത്യേകിച്ച് സിറിയൻ കാത്തലിക്സിലാണെങ്കിൽ, അതായത് റോമൻ കാത്തലിക് സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഈ അച്ഛന്മാരും മെത്രാന്മാരും പറയുന്നത് കേൾക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. യാഥാർത്ഥ്യമാണ്. കാരണം അവർക്ക് അവരുടേതായ തീരുമാനമെടുക്കാനുള്ള ഇതുണ്ട്. അവരിവർ പറയുന്നത് കേൾക്കുകയൊന്നുമില്ല. കാരണം തൃശ്ശൂരുള്ളവർ ക്രൈസ്തവരിൽ വലിയൊരു വിഭാഗവും കച്ചവടക്കാരാണ്, ബിസിനസ്സുകാരാണ്. അവർക്കറിയാവുന്ന വസ്തുതയാണ് സുരേഷ് ഗോപി ജയിച്ചാൽ നാളെ മന്ത്രിയാകും. ഒരു മന്ത്രിയെ വേണോ, അല്ലാതെ പാർലമെൻറ്റിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു MPയെ വേണോ? ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലാണ് ബേസിക്കലി സുരേഷ് ഗോപിക്ക് ക്രൈസ്തവരും വോട്ട് ചെയ്തത്. കാരണം അവർ കച്ചവടക്കാരന്, അവനും ബിസിനസ്സുകാരന്. കാരണം അവനവന് ഡെവലപ്പ് ചെയ്യണം, അവന് കച്ചവടം നടക്കണം. ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ബ്ലൈൻഡായിട്ട് അന്ധമായിട്ട് ലെഫ്റ്റ് റൈറ്റ് ആ വോട്ടിംഗ് പാറ്റേൺ 2024 പ്രൂവ് ചെയ്യുകയാണ്. അത് ഇല്ലാതായി. BJP വലിയൊരു ഫോഴ്സായിട്ട് കേരളത്തിൽ വരികയാണ്. അതേപോലെ തന്നെ പാലക്കാട് BJPയുടെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് ഭയങ്കരമായിട്ട് കൂടും. കാരണം ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ വോട്ട് വെർട്ടിക്കലായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. അതിന് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയത്. അപ്പോൾ ഈ സംഭവത്തിൽ മനസ്സിലാക്കേണ്ടത് മധ്യ തിരുവിതാംകൂറിൽ ഈഴവ വോട്ടിൽ നല്ലൊരു ശതമാനം BJPക്ക് ചരിത്രത്തിലാദ്യമായിട്ട് പോയി. അതേപോലെ തന്നെ ക്രൈസ്തവർ അവർ ഒരിക്കലും താമരയ്ക്കും BJP RSS എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ മെൻ്റലി വെറുത്തവരാണ്. അപ്പോൾ അവരുടെ വോട്ടും ബിക്കോസ് ഓഫ് മോദി എന്ന് പറഞ്ഞ ഫാക്ടറിൽ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്, കരുത്തായ ഇന്ത്യ വേണം, അതിൻ്റെ പേരിലും അങ്ങോട്ടും പോയി. പിന്നെ എന്താണ് ഉണ്ടാകുന്നത്? അവസാനം അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വലിയൊരു പോളറൈസേഷൻ കേരളത്തിലുണ്ടായി. അതായത് മോദിക്ക് 400 സീറ്റ് കിട്ടുവാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ സാധ്യതയുണ്ട്, മുസ്ലിംസിനെ വീണ്ടും ദ്രോഹിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിലൊരു കൺസോളിഡേഷൻ ഉണ്ടായിട്ടത് UDF-ലോട്ട് പോകുന്നു. അങ്ങനെയാണ് ഈ ആൻറ്റി പിണറായി, കാരണം പിണറായിക്കെതിരെയുള്ള പ്രശ്നമുണ്ട്,
അത് ബേസിക്കലി പിണറായിയുടെ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും പിണറായിയെ എതിർക്കുന്ന വലിയൊരു കൂട്ടം ഉണ്ടായിട്ടുണ്ട്. റിയാസ് ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം പിണറായി വേണ്ടാത്ത രീതിയിൽ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. അവസാന ദിവസം EP ജയരാജനും BJP അടുപ്പും. നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത BJP CPM ബന്ധമാണ്. ഇതവർ പറയാവുന്നിടത്ത് എല്ലാം പറഞ്ഞു. അവസാന ദിവസം ഈ ഒരു ഫാക്ടറും, അതായത് LDFിൻ്റെ കൺവീനർ BJPക്കാരന് ആ ഒരു ഫാക്ടറും കൂടെ കയറി വന്നപ്പോൾ ഏതാണ്ട് സംഭവം എല്ലാം വളരെ ക്ലീനായിട്ട് മാറി. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ടാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2024 ഇലക്ഷൻ വലിയൊരു ചരിത്രമായി മാറി.